തമിഴ്നാട് ചെന്നൈ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 9 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സാംബിയ സ്വദേശിയായ യുവതിയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ലഹരി വസ്തുക്കൾ വിഴുങ്ങിയ നിലയിലും അടിവസ്ത്രത്തിലും ലഗേജിലും ഒളിപ്പിച്ച നിലയിലുമായിരുന്നു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നു. റഹീസ്, കടല് കടന്ന് ഇന്ത്യയിൽ വിൽക്കാൻ കൊണ്ടുവന്ന ലഹരിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയായിരുന്നു ലഹരിക്കടത്ത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശം? സുഹൈൽ, വെസ്റ്റ് ആഫ്രിക്കയാണ് ലഹരിയുടെ ഉറവിടം. വെസ്റ്റ് ആഫ്രിക്ക വഴി തായ്ലാന്റിലെത്തിയ 9 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ അത് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തും വഴിയാണ് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത്. സാംബിയ സ്വദേശിയായിട്ടുള്ള യുവതി, 30 വയസ്സുള്ള യുവതി, സാംബിയ സ്വദേശി എന്നാണ് നിലവിൽ ഹാജരാക്കിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡിലുള്ളത്. ഈ യുവതി തന്റെ അടിവസ്ത്രത്തിലും ഒപ്പം തന്നെ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയ നിലയിലും കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഒപ്പം ഈ ഒരു പെട്ടിയിൽ നിന്നും, അവർ കൊണ്ടുവന്ന പെട്ടിയിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് വിസയിലാണ് ഇവർ സെനഗലിൽ നിന്ന് എത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നു, തായ്ലാന്റിലേക്ക് പിന്നീട് പോകുന്നു, ശേഷം ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തും വഴിയാണ് പിടി വീണിരിക്കുന്നത്. ഇവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ അസ്വാഭാവികത തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ പാഴ്സൽ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു. അതായത് ഒരു 460 ഗ്രാം കൊക്കൈൻ ലഭിക്കുന്നു. അതിനുശേഷം ആണ് ഈ ഒരു പരിശോധന പൂർത്തിയാക്കുന്നത്. അതിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ മറ്റ് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ ഈ യുവതി സ്കാൻ ചെയ്തപ്പോൾ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയിട്ടുണ്ട് എന്നുകൂടി കണ്ടെത്തി. ശേഷം രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നാണ് 12 ക്യാപ്സ്യൂളുകൾ, അതായത് 150 ഗ്രാം കൊക്കൈൻ അടങ്ങുന്ന 12 ക്യാപ്സ്യൂളുകൾ ഇവരുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ആർക്ക് വേണ്ടിയിട്ടാണ് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇനി അതിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. സുഹൈൽ, ശരി, നാടിനെ നശിപ്പിക്കുന്ന ലഹരിയുടെ ഉറവിടമൊക്കെ ഇന്റർനാഷണൽ ആണ്. ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് തായ്ലൻഡിലേക്ക് എത്തുന്നു, തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി എത്തിക്കുന്നു. പല വഴിക്ക് പല രീതിയിലാണ് കടത്ത്. നാഷണൽ ലെവലും ലഹരി വേട്ട, ലഹരി കടത്ത് അത് തുടരുന്നുണ്ട്.